അപ്പോൾ ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ശരിക്കും പൈത്തണിൻ്റെ നമ്മൾ കുറച്ച് സെഷൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇൻഡെപ്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ സ്ട്രിങ്സിനെ പറ്റി പഠിച്ചു. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ അടുത്തൊരു ഡേറ്റ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിംഗിൾ ഡേറ്റ ടൈപ്പിലെ ലാസ്റ്റ് ഐറ്റം ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് എന്താ പറയാ കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്പിലേക്ക് നീങ്ങും. കോമ്പോസിറ്റ് ഡേറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മുൻപ് ഒരു വേരിയബിളിൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഒന്നിലധികം വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ നമ്മൾ ക്വൈറ്റ് ബേസിക്കലി കണ്ട സാധനം എന്താ, അതിന് അറേ എന്നുള്ള പേരായിരുന്നു. അപ്പോ നമ്മൾ ഈ വട്ടം കാണാൻ പോകുന്നത് ശരിക്കും അറേ എന്ന് പറയുന്നത് നമ്മുടെ പൈത്തണിനകത്ത് അറേ എന്നുള്ള പേരിൽ ഡയറക്റ്റ് ആയിട്ട് അറിയപ്പെടുന്നില്ല. കാര്യം അറേ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അതിന് പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബൂളിയൻ ഡേറ്റ ടൈപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ബൂളിയൻ ഡേറ്റ ടൈപ്പ് നമ്മൾ ഇതിനകത്തും കണ്ടിട്ടുണ്ട്. നമ്മുടെ ബേസിക്കിനകത്തും കണ്ടിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ യൂസ് ചെയ്ത് കാണും. ഇൻ കേസ് നിങ്ങൾ പ്രിന്റ് എ ഈക്വൽ ടു ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് അത് ഇവിടെ തന്നെ കൊടുത്തു നോക്കാം. നമ്മൾ രണ്ട് വേരിയബിൾസ് എടുക്കാണ്, രണ്ട് നമ്പേഴ്സ്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഷെയർ ആയി കാണും. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം. ഓക്കെ, നമ്മളൊരു കമ്പാരിസൺ ഓപ്പറേറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പൈത്തണിനകത്തുള്ള കമ്പാരിസൺ ഓപ്പറേറ്റർ എന്താ? നമ്പർ. ഓക്കെ, അപ്പോ മൈ നം 1 ഓക്കെ, എന്ന് വെച്ചാൽ രണ്ട് വേരിയബിൾസ്, ഒന്നിന്റെ വാല്യൂ 1ഉം മറ്റേത് 5ഉം ആണ്. അപ്പൊ ഇത് ഈക്വൽ അല്ല എങ്കിൽ ശരി, ഒരേ വാല്യൂ കൊടുത്തു നോക്കാം. ഇവിടെ ട്രൂ എന്ന് പ്രിന്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ടൈപ്പ്, ഈ വരുന്ന വാല്യൂവിന്റെ ടൈപ്പ് എന്താന്ന് നോക്കാം. ഓക്കെ, ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററിന്റെ ഔട്ട്പുട്ടിന്റെ ടൈപ്പ് എന്താന്ന് നമുക്ക് നോക്കാം. ബൂൾ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, അപ്പൊ ഈ ബൂൾ എന്ന് പറയുന്ന ടൈപ്പ് വേറൊന്നുമല്ല, ബൂളിയൻ ആണ്. അപ്പൊ ബൂളിയൻ ടൈപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി നോക്കാം. അപ്പൊ ബൂളിയൻ ടൈപ്പിനാകെ രണ്ട് വാല്യൂസ് ആണ് ബൂളിയൻ ടൈപ്പ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ബൂളിയൻ ടൈപ്പ് വേറൊന്നുമല്ല, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഓക്കെ, അതൊരു എന്താ പറയാ, നമ്മുടെ മാത്തമാറ്റിക്സ് നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു വേർഡാണ് ബൂളിയൻ. ഓക്കെ, ബൂളിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ലോജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പൊ ഇത് എപ്പോഴും കണ്ടീഷനുകളുടെ ബേസിസിലാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കണ്ടീഷനുകളിൽ എപ്പോഴൊക്കെ കണ്ടീഷൻസ് വരുന്നുണ്ടോ, ഇപ്പം 1ഉം 1ഉം തമ്മിൽ കമ്പയർ ചെയ്തു നമ്മൾ നേരത്തെ, ഈക്വൽ അല്ല എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, നോട്ട് ഈക്വൽ ടു കൊടുത്തു. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഇതാണ്. ഇവിടെ വാല്യൂ എന്തായിരിക്കും എല്ലാം പറയാം. നമ്മുടെ ഈ ഒരു കമ്പാരിസൺ സ്റ്റേറ്റ്മെന്റിന്റെ കമ്പാരിസൺ എക്സ്പ്രഷന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും?
ട്രൂ അല്ലല്ലോ, ഫോൾസ് ആവില്ലേ? കാരണം നമ്മളിവിടെ നോട്ട് ഈക്വൽ ടു അല്ലേ കൊടുത്തേക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഈക്വൽ ആയിരുന്നുവെങ്കിൽ അത് ട്രൂ തന്നെ. നോട്ട് ഈക്വൽ ടു, അപ്പൊ ഇത് ബേസിക്കലി എന്താ, നമ്മൾ മുന്നേ ഒരു അസംഷൻ കൊടുക്കാണ് അല്ലെ, ഒരു അസംഷൻ കൊടുക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത് ഇങ്ങനെ അല്ലേ, ആണോ അല്ലേ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നത് എന്താ, നമ്മൾ ഇവിടെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ num1 num2 തുല്യമല്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ തുല്യമല്ല എന്ന് പറയുമ്പോൾ ശരിക്കും അത് തുല്യമാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇവിടെ ചെയ്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ, നമ്മളിവിടെ കൊടുത്തേക്കുന്ന അസംഷൻ തെറ്റാണ്, അതുകൊണ്ട് അതിനെ റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിട്ടായിരിക്കും. ഇനി നമ്മൾ കൊടുത്ത അസംഷൻ ശരിയാണ് എന്നിരിക്കട്ടെ എന്നുണ്ടെങ്കിൽ എപ്പോഴും കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താ ചെയ്യുക, ട്രൂ റിട്ടേൺ ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൂളിയൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ട്രൂവും ഫോൾസും മാത്രമാണ്. ട്രൂവും ഫോൾസും എന്ന് പറയുമ്പോഴും ഇനി ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന ബൂൾ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരില്ല, ഇങ്ങനെ കൊടുക്കാനും പാടില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട്, കാരണം നമ്മൾ ഡബിൾ കോട്ട്സിനകത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അത് സ്ട്രിങ് ആയിട്ട് എടുക്കും. പ്രിന്റ് ടൈപ്പ് ഓഫ് മൈ ബൂൾ, ബൂളിയനാണ്. മനസ്സിലായോ? ഇവിടെ ഞാൻ ഫോൾസ് എന്ന് കൊടുത്താൽ അതും ബൂളിയനാണ്. ഓക്കെ, അതും ബൂളിയനാണ്. അപ്പൊ ബൂളിയൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ട്രൂവും ഫോൾസും ഹോൾഡ് ചെയ്യുന്ന ഒരു ഡേറ്റ ടൈപ്പ് ആണ്. ഇനി ബൂളിയനിലേക്കുള്ള കൺവേർഷനുകളിൽ നമുക്ക് ശരിക്കും 2 വാല്യൂകൾ മാത്രമേ നമ്മൾ ബൂളിയനിൽ, 2 അല്ല ശരിക്കും 3 ടൈപ്പ് വാല്യൂസ് മാത്രമേ ബൂളിയനിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഫോൾസ് തരുള്ളൂ. ബാക്കി എല്ലാം ബൂളിയനിലേക്ക് കൺവേർട്ട് ചെയ്താൽ ട്രൂ ആണ് തരിക. അപ്പൊ ബൂളിയനിലേക്ക് എന്തെങ്കിലും വേറൊരു ടൈപ്പ് വേരിയബിളിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്താ, ബൂളിയൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാസ്റ്റിംഗ് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ str കണ്ടായിരുന്നു, അതുപോലെ int കണ്ടായിരുന്നു. അതുപോലെ ഒന്നുമില്ല, ഈ ബൂൾ കൊടുത്താൽ മതി അതിന് ചുറ്റുമായിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ട്രൂ എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. എന്നിട്ട് നമ്മള് ബൂളിയൻ, ഇതിനെ ബൂളിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഒന്നുമില്ല, ബൂൾ ഓഫ് മൈ സ്ട്രിങ്. ഓക്കെ, ഇതൊരു ടൈപ്പ് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്തതിന്റെ എന്താണ്, ബൂളിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഈ ട്രൂവിന് പകരം നമ്മൾ എന്തെങ്കിലും വേറെന്തെങ്കിലും കൊടുത്തെന്ന് വെച്ചോ, അതും ഞാൻ ഔട്ട്പുട്ടും കൂടി പ്രിന്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അപ്പോ സ്ട്രിങ്, നോൺ എംപ്റ്റി സ്ട്രിങ് എല്ലാം തന്നെ ഒരു വാല്യൂ ഒഴികെ ബാക്കി എല്ലാം തന്നെ എന്ത് ചെയ്യും,
ഇതാ നമ്മൾ എം ടി സ്ട്രിങ് പാസ് ചെയ്താൽ അത് ബൂൾ ഫോൾസ് തരും. ഓക്കെ, ഇനി നമ്മൾ ഫോൾസ് എന്ന് സ്ട്രിങ് നമ്മൾ പാസ് ചെയ്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിലും ഈവൻ അതുപോലും ബൂൾ എന്താ ചെയ്യാ, ഈ ഫംഗ്ഷൻ അതിനെ ട്രൂ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അപ്പൊ നോൺ എം ടി ഏത് സ്ട്രിങ്ങിനെ നമ്മൾ ബൂളിയൻ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, അവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? ഏതാ പ്രിന്റ് ട്രൂ വരുമ്പോ എന്താ അവിടെ ചെക്ക് ചെയ്യാണോ? ഇല്ല, പ്രിന്റ് ട്രൂ അല്ലല്ലോ, ഇത് പ്രിന്റ് ചെയ്യുന്നത് ബൂളിയൻ അല്ലേ, ഇതല്ലേ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അത് ചെക്ക് ചെയ്യുന്നത് ഈ കൺവേർഷൻ ഇല്ലേ, ബൂൾ കൺവേർഷൻ, ഇത് ആകെ ചെക്ക് ചെയ്യുന്ന ഒരേ ഒരു കാര്യം സ്ട്രിങ് എം ടി ആണോ അല്ലേ എന്നുള്ളതാണ്. എം ടി അല്ല എന്നുണ്ടെങ്കിൽ അത് ട്രൂ തരും, എം ടി ആണെങ്കിൽ അത് ഫോൾസ് തരും. കണ്ടോ, ഞാൻ ഇവിടെ ഒരു എം ടി സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് സ്പേസ് കൊടുത്താൽ പോലും ആ ട്രൂ തരും. മനസ്സിലായോ? എം ടി സ്ട്രിങ് ആണ് നമ്മൾ ബൂൾ പിന്നെ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫോൾസ് എന്നുള്ള ബൂളിയനിലേക്ക് കൺവേർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഫോൾസ് എന്ന് എഴുതിയിട്ട് അതിനെ ബൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കിയാൽ അത് ഫോൾസ് തരില്ല, അതും ട്രൂ ആയിട്ടായിരിക്കും വരിക. മനസ്സിലായോ? കാര്യം എം ടി സ്ട്രിങ് അല്ല. ഇനി നമ്മൾ നമ്പേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 1 ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. നമ്മൾ 1 എന്ന് പറയുന്ന നമ്പർ എടുത്തിട്ട് അതിനെ നമ്മൾ ബൂളിയനിലേക്ക് കൺവേർട്ട് ചെയ്യണേ, വേറെ ഒന്നും ചെയ്യുന്നില്ല, ബൂൾ ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യാണ്. 1 കൊടുത്താൽ അത് ട്രൂ ആയിരിക്കും, ഇനി നമ്മൾ 2 കൊടുത്താലും ട്രൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫോൾസ് തരുന്ന ഒരേ ഒരു വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, സ്ട്രിങ് ആണെങ്കിൽ എന്താ, സ്ട്രിങ് ആണെങ്കിൽ ബ്ലാങ്ക് സ്ട്രിങ് അല്ലെങ്കിൽ എം ടി സ്ട്രിങ്, പിന്നെ നമ്പർ ആണെങ്കിൽ 0. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലും ഡേറ്റ ടൈപ്പ് ഇപ്പൊ എടുക്കുന്നു എന്ന് വെച്ചു. ഇപ്പൊ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇതാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള അറേ പോലുള്ള ഒരു സാധനം. ഓക്കെ, നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിലും എം ടി അല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ട്രൂ തന്നെ വരും. ഓക്കെ, വാല്യൂ ഉള്ള 0 മാത്രം എൻട്രി ആയിട്ടുള്ള ലിസ്റ്റ് ആണെങ്കിൽ പോലും അത് ട്രൂ തന്നെ തരും. ഓക്കെ, ഇനി ഞാനൊരു എം ടി ലിസ്റ്റ് ആണ്. എം ടി ലിസ്റ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് എലിമെന്റ്സ് ഒന്നുമില്ല, ഫോൾസ്. മനസ്സിലായോ? ഇതാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഈ ഒരു സാധനം, നമ്മൾ ഈ ബൂളിയൻ എന്ന് പറയുന്ന ടൈപ്പ് നമ്മൾ ശരിക്കും എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എപ്പോഴാ? നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെ? അപ്പൊ കണ്ടീഷണൽ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാ? ഇഫിനകത്ത് പ്രധാനമായിട്ട്. ഓക്കെ, അപ്പൊ ഇഫിനകത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബൂളിയൻ എഴുതുകയാണെന്ന് വെച്ചു. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിന് ചുറ്റും ഇങ്ങനെ കൊടുക്കരുത്. എന്തുകൊണ്ടാ? അത് സ്ട്രിങ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഇഫിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ട്രൂ കൊടുത്താൽ ബൂളിയൻ ട്രൂ കിട്ടും. ഓക്കെ, നമ്മൾ ഫോൾസ് ഇട്ടു എന്ന് വെച്ചു, ഒന്നും വരില്ല. എന്തുകൊണ്ടാ? അപ്പൊ ഇഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ശരിക്കും വർക്ക് ചെയ്യുന്നത് എപ്പോഴൊക്കെയാ? അതിന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ a = b എന്നുള്ളത് കൊടുക്കുന്നത്
അത് ബൂളിയൻ ട്രൂവിനെ റിട്ടേൺ ചെയ്യുമ്പോൾ മാത്രമാണ്. അത് നമ്മൾ വളരെ ചുരുക്കി ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതി. അപ്പോ ഇതാണ് ശരിക്കും ഇഫിനകത്ത് എപ്പോഴും സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇഫിനകത്ത് എപ്പോഴും ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഇഫ് വർക്ക് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന ഭാഗം ഏതാ? എൽസ് ആണ് അല്ലെ? നമ്മള് ഇവിടെ ഫോൾസ് കൊടുത്തു എന്ന് വെച്ചു. ഓക്കെ, സാറേ ഈ താമസിച്ച് വരുന്നവരെ ബെഞ്ചൊക്കെ കയറ്റി നിർത്തണം. ഇത് താമസിച്ചാരും വന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ബൂളിയൻ ഫോൾസ്. ഓക്കെ, വന്നില്ലെങ്കിൽ ആരെയും ബെഞ്ചൊക്കെ കയറ്റണ്ട. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ്. ബൂളിയൻ ട്രൂവും ബൂളിയൻ ഫോൾസും ആണ്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഇതിനകത്ത് അടുത്തതായിട്ട് കാണാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പൊ ബൂളിയനകത്ത് നമ്മൾ കൺവേർഷൻസ് നോക്കി, ബൂളിയൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. ഇനി പൈത്തണിനകത്തുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ നോട്ട് മാത്രമാണ്. ഓക്കെ, അപ്പൊ ആൻഡ് ഓർ നോട്ട് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന എപ്പോഴാ? ഇഫിനകത്ത് തന്നെയാണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വേറെ ഒന്നും അല്ല ചെയ്യുന്നത്, നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, ട്രൂ ആൻഡ് ട്രൂ. ആൻഡ് ഓപ്പറേറ്റർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നോക്കാം. ട്രൂ ആണ് തരിക അല്ലെ? ട്രൂ ആൻഡ് ട്രൂ ട്രൂ. അപ്പൊ ആൻഡ് എപ്പോഴാ വർക്ക് ചെയ്യുന്ന തരിക? ഇതിന് അപ്പുറം ഇപ്പുറമുള്ള രണ്ട് എക്സ്പ്രഷൻസും ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ തരും. ഇനി ട്രൂ ആൻഡ് ഫോൾസ് കൊടുക്കാന്ന് വെച്ചു, ഫോൾസ് ആയിരിക്കും. ഫോൾസ് ആൻഡ് ഫോൾസ് ആണ് കൊടുക്കുന്നെങ്കിലും അപ്പൊ രണ്ട് അപ്പുറം ഇപ്പുറമുള്ള രണ്ട് എക്സ്പ്രഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ ഇത് ട്രൂ തരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫിനകത്തുള്ള മെയിൻ ഭാഗം വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എൽസ് മാത്രമേ വർക്ക് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഇഫും എൽസും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പരിചയപ്പെടും. ഈ ആൻഡ് ഉപയോഗിക്കുന്ന എന്തിനാ? രണ്ട് എക്സ്പ്രഷനുകളെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൂളിയനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെ ഉപയോഗിച്ച് ഡിസൈഡ് ചെയ്യുന്ന പരിപാടികൾക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കാം. അപ്പൊ ഫോൾസ് ആൻഡ് ഫോൾസ് ഫോൾസ് ആണ്, ഫോൾസ് ആൻഡ് ട്രൂ വീണ്ടും ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഫോൾസും ട്രൂ അല്ലല്ലോ സാധാരണ എഴുതുക. എന്താ എഴുതുക? 1, ഇതൊരു ട്രൂ എക്സ്പ്രഷൻ അല്ലേ? 1 ഈക്വൽ ടു 1, എന്നിട്ട് 2 ഈക്വൽ ടു 2. രണ്ടും ട്രൂ അല്ലേ? 1 ഈക്വൽ ടു 1 ആൻഡ് 2 ഈക്വൽ ടു 2 ട്രൂ ആണ്. ഓക്കെ, ഇനി 2 ഈക്വൽ ടു 1 ഞാൻ ഇടാണ്. 2 ഈക്വൽ ടു 1 എന്താ? ഫോൾസ് ആണ്. അപ്പൊ ഇത് ഫോൾസ് തന്നു. ഇത് തന്നെയാണ് ശരിക്കും നമ്മൾ ഈ രീതിയിലായിരിക്കും ഉപയോഗിക്കാൻ പോവുക. ഈ 1 ഈക്വൽ ടു 1 പകരം നമ്മൾ രണ്ട് വേരിയബിൾസ് ആയിരിക്കും കൊടുക്കുക. എക്സ് ഈക്വൽ ടു എക്സ്, വൈ ഈക്വൽ ടു വൈ, അങ്ങനെ എന്തെങ്കിലും. ഇനി ഒന്നിലധികം സാധനങ്ങൾ ഇതുപോലെ കമ്പൈൻ ചെയ്യും. ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ആൻഡ് ആണെങ്കിൽ എല്ലാ എക്സ്പ്രഷനുകളും, ഓക്കെ, ആൻഡ് തമ്മിലാണെന്നുണ്ടെങ്കിൽ എല്ലാ എക്സ്പ്രഷനുകളും എന്ത് ചെയ്യണം? എല്ലാ എക്സ്പ്രഷനും ട്രൂ ആയിരിക്കണം. അപ്പോ ഇതിപ്പോ ഫോൾസ് ആയിരിക്കും തരിക, കാരണം ഇതിനകത്തുള്ള ഒറ്റ വേരിയബിൾ മീൻസ് ഒറ്റ എക്സ്പ്രഷൻ ഫോൾസ് ആണ്. അതുകൊണ്ട് ആൻഡിനകത്ത് എപ്പോഴും ഒരു ഫോൾസ് എങ്കിലും വന്നാൽ, ഒരു സീരീസ് ഓഫ് ആൻഡ് ആണെങ്കിൽ പോലും അത് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ വേറൊരാളുണ്ട്, അയാളുടെ പേരാണ് ഓർ. ഓർ എന്താ? രണ്ട് എക്സ്പ്രഷനുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ
ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ എങ്കിലും ട്രൂ ആണെങ്കിൽ അയാൾ ട്രൂ തരും. ഓക്കെ, ഒരു എക്സ്പ്രഷൻ എങ്കിലും. അപ്പം ആൻഡിനകത്താണെങ്കിൽ 2 എക്സ്പ്രഷൻസും ട്രൂ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരെണ്ണം പോലും ഫോൾസ് അല്ല എന്നുള്ളതാണ് അവിടെ ട്രൂ കിട്ടാനുള്ള കണ്ടീഷൻ. ഓറിലെത്തുമ്പോ ഒരെണ്ണം എങ്കിലും ട്രൂ ആണെങ്കിൽ ട്രൂ കിട്ടും. മനസ്സിലായോ? ഒരെണ്ണം പോലും ഫോൾസ് അല്ല എന്നുള്ളത് ഒരെണ്ണം എങ്കിലും ട്രൂ ആണ് എന്നുള്ളതുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ട്രൂ ആണ് അല്ലെ? 1 = 1, 2 = 2 ട്രൂ. ശരി, 2 = 1 ഇത് ഫോൾസ് എക്സ്പ്രഷൻ അല്ലേ? ഇതൊരു ഫോൾസ് ആണ്. പക്ഷെ ഇത് ട്രൂ ആണ്. 1 = 1 or 2 = 1 ഇത് ഔട്ട്പുട്ട് തരിക ട്രൂ ആയിരിക്കും. കാരണം ഒരു ട്രൂ കിട്ടി. ഒരു ട്രൂ കിട്ടിയാൽ അപ്പൊ തന്നെ അത് ട്രൂ ആക്കി മാറ്റും. അപ്പോ ഇതിന് പറയുന്നതാണ് ട്രൂ മീൻസ് ഇതിനെ ശരിക്കും ഷോർട്ട് കട്ട് എന്ന് പറയും. ഓക്കെ, ഓറിനകത്ത് എപ്പോഴും ഒരു ഷോർട്ട് കട്ട് പരിപാടി ഉണ്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്ക്. എന്താ ചെയ്യുന്നത്? ആദ്യം ഒരു ട്രൂ ആദ്യം കിട്ടുന്നു, അവിടെ വെച്ച് അതങ്ങ് നിർത്തും. ഓക്കെ, ട്രൂ എവിടെ കിട്ടുന്നു അതിന് ശേഷമുള്ളത് പിന്നെ അത് ചെക്ക് പോലും ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയാലും ഇത് ട്രൂ തന്നെയാ തരിക. ഇത് ഫോൾസ് ആയിരുന്നു, അതിനുശേഷം ഇത് ട്രൂ ആയി. അപ്പൊ ഇത് ട്രൂ. ഈ ഓർ എക്സ്പ്രഷൻ എപ്പോഴും നമ്മൾ പിന്നീട് പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രൂ വരാൻ സാധ്യതയുള്ളതിന് ആദ്യമേ ഇടണം എന്ന് പറയും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിന് എന്താ ആദ്യം ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ പ്രോഗ്രാം എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ ഇപ്പൊ നമുക്ക് കുറെ ഓർ ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്നത് ആദ്യത്തെ എക്സ്പ്രഷൻ ട്രൂ ആണോ നോക്കും, രണ്ടാമത്തത് ട്രൂ ആണോ നോക്കും, മൂന്നാമത്തെ ട്രൂ ആണോ നോക്കും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളതൊന്നും അത് ചെക്ക് ചെയ്യത്തില്ല. അത് നേരെ അതിന്റെ പണിയിലേക്ക് കടക്കും. അതാണ് ഓറിനകത്ത് എപ്പോഴും പറയുന്ന ഷോർട്ട് കട്ട് കണ്ടീഷൻ. ആൻഡിന്റെ കേസിലും ഈ ഷോർട്ട് കട്ട് കണ്ടീഷൻ ഉണ്ട്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോൾസ് ആണോ ഇത് ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഫസ്റ്റ് ഫോൾസ് കിട്ടുന്നോ അവിടം വെച്ച് പിന്നെ ബാക്കിയുള്ളതൊന്നും ചെക്ക് ചെയ്യാതെ പ്രോഗ്രാം ഇതിലേക്ക് കടക്കും. ഓക്കെ, അപ്പോ അത് ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഫോൾസിനെ ഒരു ട്രൂവിനെയും കമ്പൈൻ ചെയ്യാൻ നോക്കാണ്. എക്സ്പ്രഷന്റെ ഔട്ട്പുട്ട് എന്താണ്? ഫോൾസ് തന്നെയാണ്. ഓറിനകത്ത് ഫോൾസ് വരുന്ന ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. എപ്പോഴാ? രണ്ടും ഫോൾസ് ആവും. ഓക്കെ, അപ്പോ നമ്മൾ അടുത്ത പോകുന്നത് നോട്ടിലേക്കാണ്. നോട്ട് എന്ന് പറയുന്ന പരിപാടി. നോട്ട് വേറൊന്നുമല്ല, നമ്മൾ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ യൂസ് ചെയ്യാൻ പോണേ. നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ട്രൂ കൊടുത്താൽ ഫോൾസ് തരും, ഫോൾസ് കൊടുത്താൽ ട്രൂ തരും. ഇത്രയേ ഉള്ളൂ നോട്ടിന്റെ പരിപാടി. അപ്പൊ കണ്ടോ, ഞാൻ ട്രൂ കൊടുത്തു, ഫോൾസ് തന്നു. മനസ്സിലായോ? ഞാൻ ഫോൾസ് കൊടുത്താൽ അത് ട്രൂ ആക്കും. അപ്പം ഇതിനെ പറയുന്ന ഇൻവേർഷൻ ഓപ്പറേറ്റർ എന്നൊക്കെ പറയാറുണ്ട്. വേറൊന്നുമല്ല, എന്ത് എക്സ്പ്രഷൻ വരുന്നു അതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കുന്നു. അപ്പൊ ഇതില് എന്താണ്, നമുക്ക് ചിലപ്പോ നമ്മുടെ പ്രൈം നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. 1 or 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നേരെ എന്ത് ചെയ്യും? അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ആണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ എന്തെഴുതും? ഇഫ് നോട്ട് എക്സ് ഈക്വൽ ടു 1 ഓർ എക്സ് ഈക്വൽ ടു 2. അപ്പം 2ന്റെ മാത്രം കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും, ഇഫ് നോട്ട് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ 2 ഒഴികെ ബാക്കി എല്ലാ കേസസും അതിനകത്ത് ഹാൻഡിൽ ചെയ്യും അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ നോട്ടിനകത്ത്. നോട്ട് എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും എക്സ്പ്രഷൻ ട്രൂ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ട്രൂ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ എഴുതി എന്ന് വെച്ചോ, 1 = 1, അത് ഫോൾസ് ആയിരിക്കും തരിക. പക്ഷെ ഞാൻ ഫോൾസ് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ട്രൂയിലേക്ക് പോകും. ഇത് നമ്മൾ എന്താ പറയാ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ 3 ഓപ്പറേറ്റേഴ്സും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ഇതുപോലെ ഒരു ഇഫും എൽസും ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഇഫും എൽസും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കുക. ഓക്കെ, ഞാനത് ചാറ്റിൽ ഇട്ട് തരാം. ഓക്കെ,
ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആൻഡും ഓറും ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലായി. ആൻഡും ഓറും ഒന്നും വലിയ സംഭവങ്ങളൊന്നും അല്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈവൻ ഞാൻ കണ്ടിട്ടുള്ള സീനിയർ പ്രോഗ്രാമേഴ്സ് പോലും പലപ്പോഴും ഇങ്ങനെയുള്ള അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ആൻഡ് ഓറും അല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൻഡ് ഓറും ഒക്കെ വരുമ്പോഴത്തേക്ക് കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ട്. പിന്നെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പിന്നെ SQL ഡേറ്റാബേസിൽ SQL എഴുതുന്ന പരിപാടിയാണ്. SQL ഞങ്ങളുടെ ഓരോ എക്സ്പ്രഷനും ശരിക്കും ബൂളിയൻ ആയിട്ടാണ് വരിക. ഓക്കെ, ഓരോ കണ്ടീഷൻസും. അപ്പൊ ഈ കണ്ടീഷൻസ് മാച്ച് ചെയ്യുന്ന ആൻഡും ഓറും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ പലപ്പോഴും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പോലും ഞാൻ സഹിതം പലപ്പോഴും തെറ്റിക്കാറുണ്ട്. ഓക്കെ, അത് നമ്മളെപ്പോഴും അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ പ്രശ്നം വരാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ആൻഡ് ഓറും കമ്പൈൻ ചെയ്യുന്നതും ഒക്കെ വരുമ്പോൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആവും. അപ്പം നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും ചെയ്ത് നോക്കി കഴിയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ നമ്മൾ കാണാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഐറ്ററബിൾസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ഒന്നല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ടൈപ്സ് ആണ്. ഓക്കെ, ഐറ്ററബിൾസ് എന്ന് പറയുന്ന ടൈപ്പാണ്. ഓക്കെ, ഞാനിതൊന്ന് പ്രസന്റ് ചെയ്തേക്കാം. പ്രസന്റ് ചെയ്യാൻ നോക്കിയിട്ട് ഓക്കെ. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കായിരിക്കും ഐറ്ററബിൾസ് അല്ലെ. ഐറ്ററബിൾസ് എന്ന് പറയുന്നത് ഇപ്പൊ തൽക്കാലം നമ്മൾ കൂടുതൽ അതിന്റെ ഇതിലേക്ക് പോകണമെന്നില്ല. ഐറ്ററബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഐറ്ററബിൾസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഐട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ഐട്രേറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഫോർ ലൂപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഫോർ ലൂപ്പ് നമ്മൾ ബേസിക്കിനകത്ത് ഫോർ ലൂപ്പ് ചെയ്തായിരുന്നു. ലൂപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി. അപ്പൊ ആ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ച് ഈ ഒരു ഡേറ്റ ടൈപ്പിനെ അകത്തുകൂടി നമുക്ക് ലൂപ്പ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലധികം വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഐറ്ററബിൾ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ നമ്മൾ ബേസിക്കിനകത്ത് നമ്മൾ കണ്ടിരുന്ന അറേ എന്ന് പറയുന്ന ടൈപ്പ്. അതിനകത്ത് എന്താ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഇതുണ്ട്. അപ്പൊ പൈത്തൺ നമുക്ക് അങ്ങനെ കുറെ സ്ട്രക്ചറുകൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് തരുന്നുണ്ട്. ഇപ്പോ മുൻപ് ഇതിനെ ഈ നമ്മൾ ഈ പറയുന്ന ഐറ്ററബിൾ ടൈപ്സിനെ ബൈ ഡിഫോൾട്ട് ആയിട്ട് തരുന്ന ഐറ്ററബിൾ ടൈപ്സിനെ പൈത്തണിനകത്ത് ചിലരെങ്കിലും അറേ എന്ന് പറയാറുണ്ടായിരുന്നു, അറേയുടെ റീപ്ലേസ്മെന്റ്. പക്ഷെ ആ അറേ എന്നുള്ളത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് പിന്നീട് പൈത്തണിനകത്ത് വരികയും ഓക്കെ നമ്മുടെ ഇതിനകത്തുള്ളത് പോലെയുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറേ എന്ന് പറയുന്ന ശരിക്കും ഒറിജിനൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വരുന്നത് നമ്മുടെ സിയിൽ നിന്ന് ഒക്കെയാണ്. സിയുടെ എങ്ങനെയാന്ന് വെച്ചാൽ സിക്കകത്ത് ഒരു അറേ എന്ന് പറയുന്നത് അറേ ഓഫ് നമ്പേഴ്സ്, അറേ ഓഫ് ക്യാരക്ടേഴ്സ്, അറേ ഓഫ് ഇങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അറേ എന്ന് പറയുന്ന ഒരേ ടൈപ്പുള്ള പിന്നെ വേരിയബിൾസ് മാത്രം സ്റ്റോർ ചെയ്യാവുന്ന സാധനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറേ ഓഫ് നമ്പർ ഡിഫൈൻ ചെയ്യുക, ഇന്റിജേഴ്സിന്റെ ഒരു അറേ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ പിന്നെ ഇൻഡെക്സുകളിലെല്ലാം ഇന്റിജർ മാത്രമേ സ്റ്റോർ ആവാറുള്ളൂ. അങ്ങനെയാണ് സിക്കകത്തൊക്കെയുള്ള അറേ. അപ്പൊ ആ ടൈപ്പ് ഒരു അറേ നമ്മുടെ പൈത്തണിനകത്ത് പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് പൊതുവെ നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സി പ്രോഗ്രാമേഴ്സ് മനസ്സിലാക്കി വെച്ചേക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ ഈ ടൈപ്പുകളൊന്നും ഇപ്പോ അറേ എന്ന് വിളിക്കുന്നില്ല, പകരം ഐറ്ററബിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത്ര ഓർത്താൽ മതി, ഒരു വേരിയബിളിൽ ഒന്നിലധികം വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ടൈപ്പുകളാണിത്. ഇനി ഇതിനകത്ത് ഈ 4 ടൈപ്പുകൾ തന്നേക്കുന്നത് ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, ഡിക്ഷണറി, ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് എക്സാമ്പിൾ ചെയ്ത് തന്നെ നോക്കാം.
നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് അറയാണ് അല്ലെ. ഈ അറേ പോലെ തന്നെ ഉള്ള ഒരു ആളാണ്. ഓക്കെ, നമ്മൾ ബേസിക്കിനകത്ത് കണ്ടിരുന്ന അറേ പോലെ തന്നെ ഡിഫൈൻ ചെയ്യാവുന്ന അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ നമ്മൾ അറേ മുമ്പ് പ്രിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരുന്നല്ലേ, സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് എടുക്കാവുന്ന. അപ്പൊ ലിസ്റ്റ് എന്ന് പറയുന്ന സാധനം വേറൊന്നുമല്ല. ഓക്കെ, ഇങ്ങനെയാണ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇട്ടിട്ട്. അപ്പൊ പൈത്തണിനകത്ത് എങ്ങനെയാ, പൈത്തണിനകത്ത് നമ്മൾ പിന്നെ എപ്പോഴാണ് ഒരു വേരിയബിൾ ഇനിഷ്യേറ്റ് ആവുന്നത്, എപ്പോ അതിന് വാല്യൂ കൊടുക്കുന്നു അപ്പോഴാണ്. അപ്പൊ ഇതാണ് ലിസ്റ്റ്, ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് പ്രിന്റ് ചെയ്യാണ് മൈ ലിസ്റ്റ്. ഓക്കെ, അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കോമകൾ കൊണ്ട് വാല്യൂസിനെ സെപ്പറേറ്റ് ചെയ്ത് ഇടുന്നതാണ് നമ്മൾ ലിസ്റ്റ്. നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ഇനി അതിന്റെ ടൈപ്പും കൂടി നമുക്ക് നോക്കാം. കണ്ടോ, നമ്മൾ പ്രിന്റ് ചെയ്തു, നമ്മൾ കൊടുത്തത് തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈപ്പ് ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഐട്രബിൾ ആണ്. അപ്പൊ ഐട്രബിൾ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, മനസ്സിലായോ? എനിക്ക് ഇതിനകത്ത് ഐറ്ററേറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഓടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലായോ? ഇവിടെ വാല്യൂസ് ആണ് വരുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഇൻഡെക്സ് അല്ല പ്രിന്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇതിനകത്തുള്ള ഓരോ വാല്യൂവിനെ എടുത്ത് പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബേസിക്കിനകത്ത് കണ്ട അറേ പോലെ തന്നെയാണ് എന്ന് പറയാൻ വേറെ കാരണം എന്താ, നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇടാം. മൈ ലിസ്റ്റ് 0 ഇത് പ്രിന്റ് ചെയ്യാണ് 0. ഇതിനകത്തും ഫസ്റ്റ് ഫസ്റ്റ് ഐറ്റത്തിന്റെ ഇത് എന്താണ്, ഇൻഡെക്സ് 0 ആണ്. അപ്പൊ ഞാനത് ഇതിനെ ഞാനൊന്ന് ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഐറ്റം നമുക്ക് എടുക്കാൻ പറ്റുന്നത് 0 കൊടുത്തിട്ടാണ്. അപ്പൊ ഇതില് 3 എന്ന് പറയുന്നത് എന്താ, ഇത് 0 ഇൻഡെക്സ് ആണ്, ഇത് ഇൻഡെക്സ് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അറേ പോലെയുള്ള ഒരു സാധനം തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രിങ്ങിൽ സ്പ്ലിറ്റ് ഓപ്പറേറ്റർ ചെയ്തായിരുന്നു. സ്പ്ലിറ്റ് ഓപ്പറേറ്റർ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത്, ലിസ്റ്റ് ആണ് വരിക. ഓക്കെ, അത് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇങ്ങനെ ഇത് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നോ അതിന് വളരെ ഓർഡേർഡ് ആയിട്ട്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓർഡേർഡ് ആണ്. ഓക്കെ, നമുക്ക് ലിസ്റ്റ് എപ്പോഴും സെയിം വാല്യൂ സ്റ്റോർ ചെയ്യാൻ സമ്മതിക്കും. ഓക്കെ, അപ്പോ റിപ്പീറ്റബിൾ ആണ് അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം വാല്യൂ തന്നെ വേറൊരു പൊസിഷനിൽ സ്റ്റോർ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് വാല്യൂ ആയിട്ട് ഒരു ബന്ധമില്ല. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്കൻഡ് ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പല ടൈപ്പുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഒരു കോംപ്ലക്സും കൂടി ഇവിടെ സ്റ്റോർ ചെയ്യാം.
കോംപ്ലക്സും സ്റ്റോർ ചെയ്തു. ലിസ്റ്റിന് പ്രത്യേകിച്ച് കോട്ടം ഒന്നും തട്ടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിനെ നമുക്ക് വേറെ സാധനം വിളിക്കാം, നോൺ ഹോമോജീനിയസ്. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈപ്പ്. നോൺ ഹോമോജീനിയസ് എന്ന് പറയാറുണ്ട്. നോൺ ഹോമോജീനിയസ് എന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ആയിട്ടുള്ളത്. നോൺ ഹോമോജീനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈപ്സ് അലോ ചെയ്യുന്നുണ്ട് അല്ലെ. മൾട്ടിപ്പിൾ ടൈപ്സും ഇതിനകത്ത് അലൗഡ് ആണ്. ഇതാണ് നമ്മുടെ ലിസ്റ്റിന്റെ. അപ്പൊ ഈ ഓർഡേർഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ ലിസ്റ്റിനകത്തുള്ള വേരിയബിൾ, ഈ ഒരു പിന്നെ നമ്മൾ കൊടുത്തേക്കുന്ന വാല്യൂ ഇല്ലേ, നമുക്ക് ഇതിനെ ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു വാല്യൂവിന്. മൈ ലിസ്റ്റിനെ നമുക്ക് മൂന്നാമത്തെ വേരിയബിളിന് നമുക്ക് പുതിയൊരു, മൂന്നാമത്തെ ഇൻഡെക്സിന് നമുക്ക് പുതിയൊരു വാല്യൂ കൊടുക്കാൻ പറ്റും. എന്താണത്? ഇപ്പൊ ഉദാഹരണത്തിന് ഞാനത് 35 എന്ന് കൊടുത്തു. ഞാൻ നമ്മുടെ ലിസ്റ്റിനെ വീണ്ടും പ്രിന്റ് ചെയ്യാണ്. ഇപ്പൊ ഒരു കോംപ്ലക്സ് നമ്പറാണ് കിടക്കുന്നത്. ഏതാ? 10 + i1j. ഓക്കെ, കണ്ടോ? മുമ്പത് ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ ആയിരുന്നു, നമ്മൾ അതിനെ 35 വെച്ചിട്ട് എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. ഞാൻ അത് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനെ ഒന്ന് വേറെ നമ്പറാക്കി മാറ്റി. ഓക്കെ, 40ലേക്ക് മാറ്റി. 40 ആയിരുന്നു, 35 ആയി. അപ്പോ ഇത് എന്താണ്? ചേഞ്ചബിൾ, അല്ലെങ്കിൽ ഇതിനെ പറയുന്നത് മ്യൂട്ടബിൾ എന്ന് പറയും. ഓക്കെ, മ്യൂട്ടബിൾ വേറൊന്നുമല്ല, ചേഞ്ചബിൾ എന്നും മനസ്സിലായോ? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതിനെ മാറ്റാം. അതാണ് ലിസ്റ്റ്. അപ്പൊ ലിസ്റ്റിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർഡേർഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പിന്നെ ഇൻഡെക്സിൽ 0 എന്ന് പറയുന്ന ഇൻഡെക്സിൽ കൊടുത്താൽ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ലൂപ്പ് ചെയ്യുന്നോ, നമ്മൾ എപ്പോഴൊക്കെ പ്രിന്റ് ചെയ്യുന്നോ, അപ്പോഴെല്ലാം അതായിരിക്കും ആദ്യം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഇവിടെ 10 കൊടുത്തു, ആ 10 നമ്മളെ ഇങ്ങനെ എങ്ങോട്ടെങ്കിലും ഒക്കെ ചാടി കളിക്കുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്കൊരു കൺസിസ്റ്റൻസി കിട്ടില്ല. പക്ഷെ അങ്ങനെ കൺസിസ്റ്റൻസി ആവശ്യമില്ലാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പരിചയപ്പെടും. ഇനി ലിസ്റ്റിനകത്ത് വാല്യൂസ് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ പറ്റും? റിപ്പീറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. എന്ന് വെച്ചാൽ 10 എന്ന് പറയുന്ന ഒരു 0 ഇൻഡെക്സിൽ കൊടുത്തു, നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ 10ാമത്തെ ഇൻഡെക്സിലും കൊണ്ട് കൊടുക്കാം. മൾട്ടിപ്പിൾ ടൈപ്സ് അലൗഡ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പല ടൈപ്പുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പല ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് പൈത്തൺ അലോ ചെയ്യുന്ന ഏതെല്ലാം ഡേറ്റ ടൈപ്പ്. ഇനി ലിസ്റ്റിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതും കൂടി ഓർക്കുക. ലിസ്റ്റിനകത്ത് ഒരു ലിസ്റ്റ് കൊടുക്കാം. അപ്പൊ അതും ഒരു പ്രശ്നവും ഇല്ലാതെ അത് ഹോൾഡ് ചെയ്യും. എന്താ ഇവിടെ ലിസ്റ്റിനകത്തുള്ള മൂന്നാമത്തെ ഇൻഡെക്സ് എന്താ? വേറൊരു ലിസ്റ്റായി മാറി അല്ലെ. നമ്മൾ പ്രിന്റ് ചെയ്തു മൂന്നാമത്തെ ഇൻഡെക്സ് ഇവിടെ, എന്നിട്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തു. ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇതിന്റെ മൂന്നാമത്തെ ഇൻഡെക്സ് എന്താ? ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരിക്കലും എണ്ണുമ്പോൾ 0 1 2 3 ഇതല്ല, 3 ഇത് മൊത്തത്തിലാണ്. മനസ്സിലായോ? ലിസ്റ്റിനകത്ത് വേറൊരു ലിസ്റ്റും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ പല ടൈപ്പുകൾ അലൗ ചെയ്യുന്നുണ്ട്. ഇതിനെ നമുക്ക് എപ്പോ വേണമെങ്കിലും മാറ്റാം. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് ഇതിനെ ചേഞ്ചും ചെയ്യാം. ഈ 4 പോയിന്റ്സ് ഓക്കെ, ഇത് തന്നെയാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ അടുത്ത ടൈപ്പിലേക്ക് പോകുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ലിസ്റ്റ് ഏകദേശം മനസ്സിലായല്ലോ. ലിസ്റ്റിനകത്ത് അപ്പൊ നമ്മൾ ഈ കാണാൻ പോകുന്ന ഡേറ്റ സ്ട്രക്ചറുകൾ എല്ലാം തന്നെ ഭയങ്കര സിമിലർ ആണ്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഇതിനെ ഒരു ഏകദേശം കൂടുതൽ കേസസിലും ഒന്നിനു പകരം വേറൊന്നിനും ഉപയോഗിക്കാം. പക്ഷേ ഇതിനെ ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ,
അതും നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോഴേ നമുക്കത് പരിചയപ്പെടാൻ പറ്റൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ഒരുപോലെ തോന്നും. ഓക്കെ, ഇതിന്റെ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം പിന്നെ നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് ഇടുന്നു, പിന്നെ നമ്മൾ ഡബിൾ ബ്രാക്കറ്റ് ഇടുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഒറ്റയടിക്ക് കാണുന്ന ചില വ്യത്യാസങ്ങൾ. പക്ഷേ ഇത് ഇന്റേണലി കുറേയധികം വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 4 കാര്യങ്ങൾ ഇവിടെ ഇട്ടത്. ഓക്കെ, നമുക്ക് ഞാൻ പഴയത് പ്രിന്റും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇനിഷ്യൽ വാല്യൂ നോക്കുന്നു, അതിനുശേഷം നമ്മൾ അതിന്റെ ടൈപ്പ് നോക്കുന്നു. ഓക്കെ, അതിനുശേഷം അതിന്റെ മൂന്നാമത്തെ ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ ഇത് ചെയ്യുന്നു. മൂന്നാമത്തെ ഇൻഡെക്സിൽ നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്തത് അതിനെ നമ്മൾ വേറൊരു വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ്. ഇതേ കാര്യങ്ങൾ ഞാൻ വേറൊരു അടുത്ത ടൈപ്പിലേക്ക് ഞാൻ ഇടാൻ പോവാണ്. അതിന്റെ ഓക്കെ, ഇത് നിങ്ങൾ പാരലായിട്ട് ചെയ്ത് നോക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇത് നോക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് പറയണേ. ഒരു 2 മിനിറ്റ് സമയം തരാം അതിന് വേണ്ടിയിട്ട്. ഇത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ടൈപ്പിലേക്ക് ഇതിനെ മാറ്റുകയാണ്. ഓക്കെ, അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ അതിനെ വിളിക്കാൻ പോകുന്ന പേര്. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടത് ലിസ്റ്റ് ആണ്. ഓക്കെ, ഞാനിതിനെ ഇവിടെ ഞാനൊരു കാര്യം എഴുതുന്നു, ലിസ്റ്റ് എന്ന് എഴുതാണ്. ഓക്കെ, ഇനി ഞാൻ ഇടാൻ പോകുന്നത് ലിസ്റ്റിന് പകരം എല്ലാം എന്ന് പറയുന്ന ഒരു ടൈപ്പിലേക്ക് പോവാണ്. ഓക്കെ, ടപ്പിൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ്. അപ്പൊ ടപ്പിൾ എന്ന് പറയുന്ന ടൈപ്പിന് ലിസ്റ്റിൽ നിന്നുള്ള ആദ്യത്തെ വ്യത്യാസം സ്ക്വയർ ബ്രാക്കറ്റിന് പകരം അത് നമ്മുടെ സാധാ റൗണ്ട് ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ തൽക്കാലം ഞാൻ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് അൺകമന്റ് ചെയ്ത് അത് വീണ്ടും കാണാം. ഓക്കെ, ഓക്കെ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട പിന്നെ ഒരു കാര്യം വീണ്ടും ഇടാണ്. ഓക്കെ, അപ്പൊ ഇത് ഓർഡേർഡ് ആണ്. ഇനി അടുത്തത് ഇതിനകത്ത് വാല്യൂസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓർഡേർഡ് ആണെന്ന് കണ്ടു. എങ്ങനെയാ നമ്മൾ ഓർഡേർഡ് ആണോ എന്ന് കണ്ടത്? നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ പ്രിന്റ് ചെയ്തു. നമ്മൾ എങ്ങനെ കൊടുക്കുന്നോ അതേ രീതിയിൽ തന്നെയാണ് അതിന്റെ ഔട്ട്പുട്ട് വരുന്നത് അല്ലെ. നമ്മൾ 10 XYZ 30 10 എന്ന് 40 എന്ന് കൊടുത്തായിരുന്നു. ഔട്ട്പുട്ട് അതേ രീതിയിൽ തന്നെ വന്നു. ഇതിന്റെ ടൈപ്പ് ടപ്പിൾ ആണെന്ന് തന്നു. മൂന്നാമത്തെ വേരിയബിൾ നമ്മൾ പ്രിന്റ് ചെയ്തു, മൂന്നാമത്തെ ഇൻഡെക്സിലുള്ളത് എന്ന് വെച്ചാൽ 4ാമത്തെ ഇതിനെ പ്രിന്റ് ചെയ്തു. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അത് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അടുത്ത സാധനം എന്താ, റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് സെയിം വാല്യൂസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മളത് റിപ്പീറ്റബിൾ ആണെന്നും കൂടി നമ്മൾ കണ്ടു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മൾട്ടിപ്പിൾ ടൈപ്പ്, ഇതും അലോ ചെയ്തിട്ടുണ്ടോ? മൾട്ടിപ്പിൾ ടൈപ്പ് ഇവിടെ 2 ടൈപ്പുകൾ ഉണ്ട്. ഏതൊക്കെയാ? ഇന്റിജറും ഉണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോംപ്ലക്സും കൂടി ഇട്ട് നോക്കാം, കൂടി ഇട്ട് നോക്കാം. ഒരു പ്രശ്നമില്ല. ഇതുവരെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമില്ല, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് സാധനമാണ് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ വേരിയബിളിന് എന്ത് ചെയ്യാൻ പോവാ, മൂന്നാമത്തെ ഇൻഡെക്സിലുള്ളത് 10IJ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എന്ന് പറയുന്ന കോംപ്ലക്സിനെ നമ്മൾ സാധാ ഒരു സ്ട്രിങ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോകണം, 35 എന്ന് പറയുന്ന സ്ട്രിങ്ങിന്. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും എറർ വന്നോ?
object does not support item assignment. tuple object does not support item assignment. എന്താ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു കാര്യം മാത്രം ഇതിനകത്ത് വർക്ക് ചെയ്യില്ല. എന്താണ്? ഇതിനെ പറയാ ഇമ്മ്യൂട്ടബിൾ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പഴയ കോൺസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പോലെ വർക്ക് ചെയ്യും. എന്താ? നമ്മൾ ഒരിക്കൽ ഒരു വാല്യൂ കൊടുത്തോ പിന്നെ അതിനെ മാറ്റാൻ പാടില്ല. ടപ്പിളിന് ഒരേ ഒരു റൂളേ ഉള്ളൂ. നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും കാണിച്ചോ. ഓക്കെ, നിങ്ങൾ പല ഡേറ്റ ടൈപ്പ് ഇടുക, നിങ്ങൾ പിന്നെ ഒരേ സാധനം നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, നിങ്ങൾ വേണമെങ്കിൽ ലൂപ്പ് ചെയ്തോ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കൽ ഒരു വാല്യൂ കൊടുത്താൽ പിന്നെ അതിനെ മാറ്റാൻ പാടില്ല. അപ്പോൾ പറഞ്ഞ വാക്കിന് വില വേണം എന്നാണ് ടപ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്തു വെക്കുക. ഇത് ടപ്പിൾ ഒരിക്കൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റാൻ പാടില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതില് നാലാമത് ഒരെണ്ണം ആഡ് ചെയ്യാൻ നോക്കാം. മനസ്സിലായോ? നാലാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനു ശേഷം ഒരെണ്ണം കൂടി ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോ അത് സമ്മതിക്കുന്നില്ല. നമ്മൾ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വീണ്ടും നാലാമത് ഒരെണ്ണം ഇത് ചെയ്തില്ലല്ലോ. ഞാന് ടപ്പിളിനെ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും ഇത് ലിസ്റ്റിലേക്ക് മാറ്റുകയാണേ. ഞാൻ വെറുതെ ഇങ്ങനെ മൈ ലിസ്റ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ലിസ്റ്റായി മാറില്ല. കൂടി ഓർക്കണേ. ലിസ്റ്റായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം അല്ലേ? അടുത്ത പ്രശ്നം എന്താ? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലിസ്റ്റിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മള് ആദ്യമേ നമ്മള് ഇത് ചെയ്തു എന്ന് വെച്ചോ, ഇങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചോ, നോട്ട് എക്സ്റ്റെൻഡബിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാനത് ഇങ്ങനെ എഴുതും, എന്താ? നോട്ട് ഡയറക്ട്ലി എക്സ്റ്റെൻഡബിൾ. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോ എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ പോയിട്ടേ ഈ നമ്മൾ ആകെ ഇൻഡെക്സ് എന്ന് വെച്ചാൽ 4 എണ്ണം മാത്രം കൊടുത്തിട്ട് അഞ്ചാമത്തതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു വേരിയബിൾ കൊടുക്കാൻ നോക്കുകയാണ് ഇവിടെ അല്ലെ? അത് സമ്മതിക്കുന്നില്ല. ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? വെറുതെ നമ്മൾ ഒരെണ്ണം എന്താ ഒരു ഇതാക്കി ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൽ 4 മെമ്പേഴ്സേ ഉള്ളൂ. അഞ്ചാമതൊരു മെമ്പറിനെ വെറുതെ നമുക്ക് കുത്തിക്കയറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് നോട്ട് ഡയറക്ട്ലി എക്സ്റ്റെൻഡബിൾ. ഈ പിന്നെ ഇതിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, ടപ്പിളിന്റെ കേസിലാണെങ്കിൽ ബൈ ഡിഫോൾട്ട് ഒരു ചേഞ്ചും അത് സമ്മതിക്കുന്നില്ല അല്ലെ? ടപ്പിളിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ഇട്ടോ, നമ്മൾ എന്ത് വാല്യൂ ഇടുന്നുണ്ടോ പിന്നെ നാലാമത് ഒരെണ്ണം എന്ന് വെച്ചാൽ 4 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യുന്നതിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഓക്കെ, മൈ ലിസ്റ്റ് എവിടെയാണ്? ഓക്കെ, ഓക്കെ, അത് ടപ്പിൾ ആയിട്ടില്ല. സിൻടാക്സ് നോക്കുന്നതാണ്. ആണെന്നുണ്ടെങ്കിൽ ഇതാ അപ്പോൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു രീതിയിലും ഇതിനകത്ത് ഒന്നിനെയും ടച്ച് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത്. ഓക്കെ, ഏതാണെങ്കിലും 0യോ 1ഓ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കൽ സെറ്റ് ചെയ്താൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടപ്പിള് ഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രമേ റൗണ്ട് ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അതിന്റെ അറേ ഇൻഡെക്സ് ഒക്കെ പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച് തന്നെയാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അറേ ഇൻഡെക്സ് എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ച് തന്നെയാണ് എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ലിസ്റ്റിന് സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു, അതുകൊണ്ട് ടപ്പിളിന് വരുമ്പോൾ ഇവിടെ നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് കൊടുത്തു, അതുകൊണ്ട് ഇൻഡെക്സ് ഇറക്കാൻ വേണ്ടിയിട്ടും റൗണ്ട് ബ്രാക്കറ്റ് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, റൗണ്ട് ബ്രാക്കറ്റ് എപ്പോഴും ഇങ്ങനെ നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് കൊടുത്താൽ അതിന്റെ അർത്ഥം മൈ ടപ്പിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡിനെ വിളിക്കുകയാണെന്നാണ് പൈത്തൺ വിചാരിക്കുക. ഓക്കെ,
അപ്പൊ നമ്മൾ ടപ്പിളിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടപ്പിൾ ഓർഡേർഡ് ആണ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന അതേ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യും. അതിനകത്ത് വാല്യൂസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടൈപ്സ് അലൗ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഒന്ന് ഡയറക്ട്ലി ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ 5 എണ്ണം കൊടുത്തു, 5 പിന്നെ ലെങ്ത് ഉള്ള ഒരു അറേ അല്ലെങ്കിൽ ഇത് നമ്മൾ എടുത്തു എന്ന് വെച്ചോ. നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനെ 6ാമത്തെ ഒരു പിന്നെ വാല്യൂ അതിനകത്ത് കുത്തിക്കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കില്ല. അപ്പൊ ഞാനിത് നോട്ട് ഡയറക്ട്ലി എക്സ്റ്റെൻഡബിൾ എന്നാണ് എഴുതിയേക്കുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യാൻ സമ്മതിക്കാറുണ്ട്. അതിന് പ്രത്യേകിച്ച് വേറെ ചില കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ ലിസ്റ്റ് പ്രിന്റ് ചെയ്ത പോലെ ടപ്പിൾ പ്രിന്റ് ചെയ്യാൻ നോക്കാം. സെക്കൻഡ്. ഓക്കെ, അപ്പൊ വർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് കമന്റ് ചെയ്തേക്കാം. കമ്പൈലർ കുറച്ച് സ്ലോ ആണ്. ഓക്കെ, നമ്മൾ പ്രിന്റ് ചെയ്തു. ഓക്കെ, നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പോ ഇതും ഐറ്ററേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പിന്നെ നമ്മളെ 3ാമത്തെ ടൈപ്പ്. ഓക്കെ, ഇതിനകത്തുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ലിസ്റ്റ് അല്ലെങ്കിൽ ടപ്പിള്, ഇതിന്റെയൊക്കെ ലെങ്ത് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇതെല്ലാം കോമൺ ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഡിഫറൻസസ് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ആളിന്റെ പേര് സെറ്റ് എന്നാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലായിടത്തും ഞാൻ ആദ്യമേ വേരിയബിളിന്റെ പേര് അങ്ങ് മാറ്റുകയാണ്. ഓക്കെ, ഓക്കെ, എന്നിട്ട് ഇപ്പൊ തൽക്കാലം ഞാൻ ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമ്മൾ ടൈപ്പ് ടപ്പിൾ തന്നെ കിടക്കാണ്. നമ്മൾ റൗണ്ട് ബ്രാക്കറ്റിനെ നമ്മൾ ഡബിൾ ബ്രാക്കറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ പിന്നെ കർലി ബ്രേസസ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോ ഇതിന് ടൈപ്പ് എന്തായി? സെറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പായി മാറി. അപ്പൊ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ +2 മാത്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? സെറ്റ് എന്ന് പറയുന്ന എന്താണ് എന്നുള്ളത്. ഇനി സെറ്റിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ആദ്യത്തത് നമ്മൾ സെറ്റിന്റെ കാര്യങ്ങൾ അതുപോലെ എടുക്കാണ്. ഇതിനെ നമ്മൾ എഴുതിയത്. സെറ്റ് ഓർഡേർഡ് ആണ് അല്ലെ? നമ്മൾ ഏത് ഓർഡറിൽ കൊടുത്തോ അതേ ഓർഡറിൽ തന്നെ തിരിച്ചു തരും. കറക്റ്റ് ആണോ അല്ലേ? ഒന്നും കേൾക്കുന്നില്ല. അതെ അതെ അതെ, ഉറപ്പാണോ? ഒന്ന് നോക്കണേ. എന്റെ അല്ല ഇൻപുട്ട് ശ്രദ്ധിക്കാം. അല്ല, മാറി വരുന്നുണ്ട്. മാറി വരുന്നുണ്ട് അല്ലേ? ആ, അപ്പോ സെറ്റില് നമ്മള് 3ാമത്തത് പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ സെറ്റിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. സബ്സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സബ്സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിനകത്ത് സെറ്റിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർഡേർഡ് അല്ല. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അൺഓർഡേർഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, നേരത്തെ ഞാൻ പ്രിന്റ് ചെയ്തപ്പോ 10 ആദ്യമായിരുന്നു വന്നത് അല്ലെ? നേരത്തെ പ്രിന്റ് ചെയ്തപ്പോ 10 ആദ്യം വന്നു. 10 പിന്നെ ഇങ്ങനെയായിരുന്നു, 10
ഈ സാധനങ്ങളെല്ലാം ആദ്യം വന്നിട്ട് XYZ ലാസ്റ്റാ വന്നത്. പക്ഷെ ഞാൻ പിന്നീട് പ്രിന്റ് ചെയ്തപ്പോ അത് വീണ്ടും ചേഞ്ച് ആയി. നോക്കാം, ഇതാ വീണ്ടും ചേഞ്ച് ആവുന്നു. മനസ്സിലായോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഓരോ തവണ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഇത് ഔട്ട്പുട്ട് തരുന്നതിന് പ്രത്യേകിച്ച് ഒരു കൺസിസ്റ്റൻസി ഒന്നുമില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഓർഡേർഡ് അല്ല എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അടുത്തത് നമ്മൾ സെയിം വാല്യൂ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ശ്രദ്ധിച്ചോ? 10 നമ്മൾ 2 വട്ടം കൊടുത്തിട്ടുണ്ട് ഇൻപുട്ടിൽ. ഔട്ട്പുട്ടിൽ വരുമ്പോ എത്ര വട്ടം ഉണ്ട്? ഒരു പ്രാവശ്യം. ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മാത്സില് നമ്മൾ സെറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് എപ്പോഴും എന്താ? സെറ്റ് പിന്നെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും എപ്പോഴും സെറ്റിനകത്തുള്ള. സെറ്റ് ഓഫ് 1 2 3. ഓക്കെ, ഒരിക്കലും നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റബിൾ എന്താണ്? റിപ്പീറ്റബിൾ അല്ല. ഓക്കെ, നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ എന്ത് പറ്റും? അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഇത് സമ്മതിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്, എറർ ഒന്നും തരുന്നില്ല. പക്ഷേ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. മനസ്സിലായോ? സെറ്റിനകത്ത് നമ്മൾ എന്ത് കൊടുത്തോ, അപ്പൊ ഓൾറെഡി ഇത് നമ്മുടെ പകുതി മുക്കാൽ കോൺസെപ്റ്റുകളെ ഓൾറെഡി തിരുത്തിയിട്ടുണ്ട്. എന്താ? നമ്മൾ കൊടുക്കുന്ന ഓർഡറിലല്ല ഇത് വരിക, അപ്പൊ ഇത് ഓർഡേർഡ് അല്ല. രണ്ടാമത്തത്, നമ്മൾ കൊടുക്കുന്ന എല്ലാം എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇയാള് തരുള്ളൂ. അത് അടുത്ത പ്രശ്നം. ഇനി നമ്മൾ വേറെ പ്രശ്നം കൂടി കണ്ടു. നമുക്ക് ഒരിക്കലും സബ്സ്ക്രിപ്റ്റ് ഇട്ടിട്ട് എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഇൻഡെക്സിലുള്ള സാധനം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ചോദിക്കാൻ പറ്റില്ല ചങ്ങായിയോട്. എന്താ കാര്യം? പറയാം. കൺസിസ്റ്റൻസി ഇല്ല, ഓർഡർ ഇല്ല. അതുകൊണ്ട് എന്താ? 3 എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത 3 എന്ന് പറയുന്നതും അയാൾ തരാൻ പോകുന്ന 3 തമ്മിൽ ചിലപ്പോൾ മാച്ച് ആവണമെന്നില്ല. അതുകൊണ്ട് സെറ്റ് എന്ത് ചെയ്തു? ബൈ ഡിഫോൾട്ട് ആസ് എ സേഫ്റ്റി മെഷർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ എന്തുദ്ദേശിക്കുന്നു ആ രീതിയിൽ തരാൻ പറ്റാത്ത ഒരാളായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന പരിപാടി അങ്ങോട്ട് നിർത്തി. മൂന്നാമത്തെ ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന പരിപാടി സെറ്റിനകത്ത് ഇല്ല. അപ്പോ അതില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇതിനെ ഇപ്പൊ മൾട്ടിപ്പിൾ ടൈപ്സ് അലൗഡ് ആണ് അല്ലെ? നമ്മളിവിടെ മൾട്ടിപ്പിൾ ടൈപ്സ് അല്ലേ കൊടുത്തേക്കുന്നത്? ഇന്റിജർ കൊടുത്തിട്ടുണ്ട്, കോംപ്ലക്സ് കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത് മൾട്ടിപ്പിൾ ടൈപ്സ് അലൗ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് മ്യൂട്ടബിൾ ആണോ? ഇമ്മ്യൂട്ടബിൾ ആണോ? എല്ലാത്തിനകത്ത് നമുക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യണം, സബ്സ്ക്രിപ്റ്റ് അലൗഡ്. ഓക്കെ, സബ്സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്താ? സബ്സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇങ്ങനെ എഴുതുന്ന പരിപാടിക്കാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സബ്സ്ക്രിപ്റ്റ് ലിസ്റ്റിനകത്ത് അലൗഡ് ആണ്, ടപ്പിളിനകത്ത് നമ്മൾ എഴുതി. സെറ്റിന്റെ കേസിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ല അല്ലെ? ഈ ഇമ്മ്യൂട്ടബിൾ ആണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ മ്യൂട്ടബിൾ ആണെന്നൊക്കെ പറയാൻ എന്തെങ്കിലും പറ്റുമോ നമുക്കിപ്പോ? കാരണം സബ്സ്ക്രിപ്റ്റ് അലൗഡ് അല്ലാത്തത് കൊണ്ട് എന്ത് പറ്റുന്നു? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമുക്ക് തൽക്കാലം ഇമ്മ്യൂട്ടബിൾ എന്ന് എഴുതാം. ഇനി ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? എന്തെങ്കിലും രീതിയിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്ന പോലെ 4 ഇൻഡെക്സ് കൊടുത്തിട്ട് 5ാമതൊരു ഇൻഡെക്സ് നമുക്ക് തള്ളി കയറണം. പക്ഷെ 5ാമതൊരു ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സിങ് എന്നുള്ള പരിപാടിയെ ഇദ്ദേഹം നമുക്ക് തരുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഐട്രബിൾ ആണ്, അതുകൊണ്ട് ഇത് സംഭവം ബാക്കിയെല്ലാം ഓക്കെയാണ്. എന്താ? അതിനകത്തൂടെ നമുക്ക് ലൂപ്പൊക്കെ ചെയ്യാം, പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. ഓർഡർ ഇല്ല എന്നുള്ളത് മാത്രമാണ് സെറ്റിനകത്ത് ഇത്. പക്ഷെ സെറ്റിന്റെ ഒരു ഗുണം എന്താ? നമുക്ക്
ഒരു 10,000 വാല്യൂസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരു 10,000 എന്താ ഇങ്ങനെയുള്ള കുറെ 10,000 നമ്പേഴ്സ് റിപ്പീറ്റ് ആവാം, റിപ്പീറ്റ് അല്ലാത്താവാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. ഇതിനകത്ത് ഓരോന്നിനെയും എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചോ. സെറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം. എന്തുകൊണ്ടാ? ഈ 10,000ത്തിൽ നിന്ന് ആദ്യം തന്നെ സെറ്റ് എന്താ ചെയ്യാ, ഏറ്റവും ഇതിനകത്തുള്ള ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള വാല്യൂസിനെ മാത്രം എടുക്കും. എന്താ, നമ്മളെ ലിസ്റ്റിനകത്ത് 10,000-ൽ 500 വട്ടം 10 റിപ്പീറ്റ് ആവുന്നുണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10-നെ ഒരു വട്ടമേ സെറ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പൊ എന്ത് പറ്റും, നമുക്ക് 10 വെച്ചിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 10 ഒരു വട്ടം എടുത്തു, അടുത്ത നമ്പർ ഒരു വട്ടം വരുന്നുള്ളൂ. അങ്ങനെ അപ്പൊ സെറ്റിനകത്ത് ലൂപ്പ് ചെയ്താൽ എപ്പോഴും യുണീക്ക് നമ്പേഴ്സ് ആണ് വരിക. ഓക്കെ, ഇതാണ് സെറ്റിന്റെ കാര്യം. ഇനി അടുത്ത ചങ്ങാതി എന്ന് പറയുന്നത് ഇവരിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. എസ്പെഷ്യലി ലിസ്റ്റും ടപ്പിളും പോലെ തന്നെ പെരുമാറുന്ന, ലിസ്റ്റിന്റെയും ടപ്പിളിന്റെ ഒക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്വഭാവം എല്ലാം പുള്ളിക്കുണ്ടെങ്കിലും ഓക്കെ, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പെരുമാറ്റം വളരെ ഡിഫറെന്റ് ആണ്. ഓക്കെ, അതിനെ പറയുന്ന പേര് ഡിക്ഷണറി എന്നാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഞാനിപ്പോ ചെയ്തേക്കുന്ന പോലെ ഒരു സാധനം ആദ്യം റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, പ്രിന്റ്, അതിന് ടൈപ്പ് പ്രിന്റ് ചെയ്യുക, അതിനുശേഷം അതിന്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് പ്രിന്റ് ചെയ്യുക, അതിനുശേഷം ആ ഇൻഡെക്സിനെ ചേഞ്ച് ചെയ്യുക. ഓക്കെ, ആ ഇൻഡെക്സിലുള്ള വാല്യൂവിനെ ചേഞ്ച് ചെയ്യാൻ നോക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ ആ ഐട്രബിൾ പ്രിന്റ് ചെയ്യുക. പിന്നെ ഐട്രബിളിനെ ലാസ്റ്റ് ഒന്ന് ഐട്രബിളിനകത്തുള്ള വാല്യൂസിനെ ഒന്ന് എടുത്തിട്ട് ഇത് ചെയ്യാം. ഓക്കെ, ഡിക്ഷണറി കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിനെ പോലെ തന്നെയാണ്, കർലി ബ്രാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, ഇതൊക്കെ ഓക്കെ. പക്ഷെ ഡിക്ഷണറിക്ക് വേറെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റിനകത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് 0, 1, 2 എന്നും പറഞ്ഞല്ലേ പോകുന്നത്. ഡിക്ഷണറിയുടെ കേസിൽ നമ്മൾ തീരുമാനിക്കും എന്താണ് ഇതിന്റെ ഇൻഡെക്സ് എന്നുള്ളത്. ഓക്കെ, അതാണ് ഡിക്ഷണറിയുടെ പ്രത്യേകത. അത് നമ്മൾ അടുത്ത സെഷനിൽ നോക്കും. ഓക്കെ, അപ്പൊ ഇന്ന് പഠിച്ച കോൺസെപ്റ്റ് ഒന്ന് സമയമെടുത്തിട്ട് തന്നെ, അതുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ ഇട്ടതും നിങ്ങൾക്കൊരു 3 ദിവസം ഇത് ചെക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ഇത് സമയം എടുത്തിട്ട് തന്നെ ചെക്ക് ചെയ്യുക. ഇത് ഒരു ഭയങ്കര എന്താ പറയാ, ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ്, പക്ഷെ ഇന്നത്തെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഐട്രബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഐട്രബിൾ എന്ന് പറയാനുള്ള കാരണം എന്താ, ഒറ്റ കാര്യമുള്ളൂ. ഇപ്പം നമ്മൾ സെറ്റിന്റെ കാര്യം കണ്ടു. സെറ്റിന് പ്രത്യേകിച്ച് എന്താ പറയാ, സബ്സ്ക്രിപ്റ്റ് ഒന്നുമില്ല. പക്ഷെ എന്നിട്ട് പോലും ഒരു ഫോർ ലൂപ്പിനകത്ത് ഇട്ടാല് അത് ഐട്രേറ്റ് ചെയ്യും അല്ലെ? ഇങ്ങനെ ഐട്രേറ്റ് ചെയ്യുന്നതിന് വേറൊരു രീതിയും കൂടി ഉണ്ട്. ഏതാ, ഇതിന്റെ സബ്സ്ക്രിപ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, സബ്സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഓടിക്കും. പക്ഷെ സബ്സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് കൊടുത്തിട്ട് ഓടിക്കുന്ന പരിപാടി. അത് സെറ്റിൽ എന്തായാലും നടക്കില്ല. കാര്യം സെറ്റിനകത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കില്ലല്ലോ, ഇത് ഇൻവാലിഡ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും എന്താ, ഐ ഇൻ മൈ സെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഐക്കകത്ത് ആ വാല്യൂ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്യാം. വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇതില് എന്താ പറയാ, നിങ്ങൾക്ക് നാളെ മറ്റന്നാളും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലിടുക, നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ശരി, ഇന്നത്തെ സെഷൻ കുറച്ച് നീളം കൂടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇത്രയും ടോപ്പിക്സ് ഒന്ന് ഇതിന്റെ കമ്പാരിസൺ സൈഡ് ബൈ സൈഡ് ചെയ്തതുകൊണ്ടാണ്. ഓക്കെ, ഈ സാധനം തന്നെയാണ് ഞാൻ പിന്നെ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾ സ്വയം ഇവാലുവേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾ ജന്മത്തിൽ ഇത് മറക്കാൻ പോകുന്നില്ല. ഓക്കെ ഓക്കെ, ലിസ്റ്റ്, ടപ്പിള്, സെറ്റ്, ഇത്രയും നമ്മൾ കമ്പയർ ചെയ്തു. ഇനി നമ്മൾ ഞാനിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇതിൽ വരുമ്പോൾ ഇതേ സാധനം എടുത്തിട്ട് നമ്മൾ ഡിക്ഷണറിക്കും വേണ്ടി കൂടി ഓടിക്കും. ഓക്കെ, അപ്പൊ ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു.